Hi friends, welcome to Nimz Favorites. ഇന്നത്തെ വീഡിയോ മീഷോ കിച്ചൺ ഹോളാണ്. കിച്ചണിലേക്ക് വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് കട്ടർ വിത്ത് പീലറാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലി കളയുന്ന പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കട്ടറും കൂടെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് 5 ബ്ലേഡ് കട്ടറാണ്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ പയറൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് പീലയാണ് വേണ്ടതെങ്കിൽ ഈ താഴെ കാണുന്ന ആ ഒരു സംഭവം നമുക്കവിടെ ലോക്ക് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ കുത്തിനെ പിടിച്ചിട്ട് വേണം വെജിറ്റബിൾസിൻ്റെ തൊലി കളയാനായിട്ട്. സാധാരണ പീലർ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കുത്തനെ പിടിച്ച് അവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോഡക്റ്റ് കുത്തനെ പിടിച്ചിട്ട് വേണം നമുക്ക് തൊലി കളയാനായിട്ട്. ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 115 ആണ്. 97 റുപ്പീസിനാണ് ഇതെനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇതൊരു ട്രോളി കണ്ടെയ്നറാണ്. അതായത് സ്പേസ് ടു ടയർ ട്രോളി കണ്ടെയ്നർ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഈ മല്ലി, മുളക് അതൊക്കെ വെച്ചിരിക്കുന്ന ബോട്ടിലുണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് നമുക്ക് എല്ലാം ഇത് താഴേക്കും മേൾഭാഗത്തുമായിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ഇതിൽ കാണുന്നതിൻ്റെ അത്ര ഒരു വലിപ്പമൊന്നുമില്ല. അത്യാവശ്യം മുകളിലും താഴെയായിട്ട് ഒരു 5 ബോട്ടിൽ നമുക്ക് വെക്കാൻ വേണ്ടി കഴിയും. അത്യാവശ്യം ചെറുതായിരിക്കണേ, ചെറുത് ഒരു 5 ബോട്ടിൽ വീതം നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ഇത് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ല ഉറപ്പുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 305 ആണ്. എന്തായാലും പ്രൈസ് വേർത്താണിത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രെയിൻ ഡിസ്പെൻസറാണ്. 4 സെക്ഷൻ എയർ ടൈറ്റ് ട്രാൻസ്പെറൻറ്റ് ഗ്രെയിൻ ഡിസ്പെൻസർ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. പേര് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു 4 ഭാഗങ്ങളായിട്ടുള്ള ഒരു ഡിസ്പെൻസറാണ്. നമുക്കിതിൽ നമ്മുടെ ചെറുപയർ, കടല അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയും. ഇതുപോലെ 4 ഭാഗങ്ങളായിട്ടാണ് ഇത് ഉള്ളത്. ഒരുപാടൊന്നും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയില്ല. ഒരു 500 കുറച്ച് താഴെയായിട്ട് നമുക്കിത് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അതുപോലെ നല്ലൊരു പ്ലാസ്റ്റിക്കാണിത്. വേഗമൊന്നും നമുക്ക് ഇത് പൊട്ടോ ചീത്തയാവോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയും. കണ്ടില്ലേ, ഇതുപോലെ 4 സെക്ഷനായിട്ടാണുള്ളത്. ഇത് നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി കഴിയും. നമുക്കിത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 235 ആണ്. മീഷോയിൽ ഇടയ്ക്കിടെ പ്രൈസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. അടുത്ത വരുന്നത് ഒരു ഡോർമാറ്റാണ്. 5 സെറ്റ് വരുന്നൊരു കോട്ടൺ ഡോർമാറ്റാണിത്. ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് 3 എണ്ണമേ ഉള്ളൂ. 2 എണ്ണം ഓൾറെഡി യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഈ 3 എണ്ണം കാണിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്ന അത്ര ഒരു വലിപ്പമില്ല. അതായത് നമ്മൾ മീഷോയിൽ കാണിക്കുന്ന പിക്ചറിൽ ഇത്തിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത്ര വലിപ്പമില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട്. എന്നാലും മെറ്റീരിയലൊക്കെ നല്ലതാണ്. നല്ല സ്റ്റിച്ചിങ് ആണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. കൂടാതെ പ്യുർ കോട്ടൺ മെറ്റീരിയലാണിത്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണിത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്